ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്ന് അവസാന ശ്വാസം എടുത്തുകൊണ്ട് പ്രത ഉറക്കെ കരഞ്ഞു. തന്റെ ചെവിയിൽ എന്തോ പ്രതയുടെ ശബ്ദം കേട്ടതുപോലെ ഋഷി പ്രത എന്ന് വിളിച്ചുകൊണ്ട് താഴത്തെ നിലയിലേക്ക് ഇറങ്ങിപ്പോകവെയാണ് പെട്ടെന്ന് അവനെതിരെയായി പാഞ്ചാലി നിൽക്കുന്നത് കണ്ടത്. ഋഷി പെട്ടെന്ന് മത്സ്യമാകാൻ തുടങ്ങവേ പാഞ്ചാലിയും തന്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം ഋഷിക്ക് നേരെ എറിഞ്ഞു. അന്നേരം ഋഷി മത്സ്യമാകാൻ നോക്കിയിട്ടും അത് പറ്റിയില്ല. എൻ്റെ അമ്മയായി എൻ്റെ ജീവിതത്തിൽ നിറയെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്കിനിയും മതിയായില്ലേ? നിങ്ങളെയാണല്ലോ 10-25 കൊല്ലം ഞാൻ അമ്മ എന്ന് വിളിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. എൻ്റെ കൂടെ പിറന്ന സ്വന്തം സഹോദരിയായ മെഹക്കിനെ കൊണ്ട് എന്നെ വിവാഹം വരെ കഴിപ്പിച്ച വൃത്തികെട്ടവളല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് ഋഷി നിലത്തേക്ക് തുപ്പി. അന്നേരം പാഞ്ചാലി പറഞ്ഞു, ഏയ്, നീ ഇപ്പോ കാറി തൂപ്പിയതിന്റെ നിറം ഞാൻ നിനക്ക് മാറ്റിത്തരാം മോനെ ഋഷിക്കുട്ടാ. ഇത്രയും പറഞ്ഞ് ഋഷിയുടെ നേരെ തന്റെ കയ്യിലുണ്ടായിരുന്ന നീണ്ട വാൾ കൊണ്ട് പാഞ്ചാലി ഋഷിയുടെ ചങ്കിലൂടെ പുറകിലേക്ക് കുത്തിക്കയറ്റി. ആ കത്തി ഋഷിയുടെ മുതുകിലൂടെ പൊത്ത് വെളിയിൽ വന്നു. ഋഷിയുടെ വായിൽ നിന്നും അവൻ ആ നിമിഷം ചോര തുപ്പി. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഋഷി? ഇത്രയും പറഞ്ഞ് പാഞ്ചാലി ആ വാൾ തിരികെ വലിച്ചൂരിയതും ആ ശക്തിയിൽ ഋഷി ദൂരേക്ക് തെറിച്ചു വീണത് സ്റ്റെയർ കേസിന്റെ മുകളിലത്തെ പടിയിലായിരുന്നു. പെട്ടെന്ന് പാഞ്ചാലി അങ്ങോട്ട് വന്നു. ഹാപ്പി ജേണി എന്ന് പറഞ്ഞ് ഋഷിയെ ചവിട്ടിയിട്ടതും ഋഷി ആ സ്റ്റെയർ കേസിലൂടെ താഴേക്ക് ഉരുണ്ടു വീണു. എന്ന് ഋഷിയുടെ വിളി പ്രത കേട്ടു. അന്നേരം തന്നെ ഉർവശി താഴത്തെ നിലയിൽ നിന്നും പ്രതയുടെ താലിമാല അവളുടെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്തു. 5 മിനിറ്റിനകം വിധവയാകാൻ പോകുന്ന നിനക്കിനി എന്തിനാടി ഇത്രയും വിലപിടിപ്പുള്ള താലി? ഉർവശി മാല പൊട്ടിച്ചെടുത്ത അതേ സമയം ഋഷി താഴേക്ക് ഉരുണ്ട് വീണ് പ്രത കിടക്കുന്നിടത്തേക്ക് എത്തി. പ്രതയും ഋഷിയും ഒരു കൈ അകലത്തിൽ നിന്ന് അവസാന ശ്വാസത്തിനായി പിടയുകയായിരുന്നു. ഇതേ സമയം റൂമിൽ പ്രാർത്ഥനയ്ക്കായി സർപ്രൈസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രുദ്രന്റെ അടുത്തേക്ക് പെട്ടെന്നാണ് ജീവൻ കയറിപ്പോയത്. ഓ, ഇതെല്ലാം പ്രാർത്ഥനയ്ക്കായിരിക്കും അല്ലേ? ആ, ഇതാര്? ജീവനച്ഛനോ? വാ അച്ഛാ. അന്നേരം ജീവൻ പറഞ്ഞു, ഏയ്, വരാനൊന്നും നേരമില്ല മോനെ. ഇന്ന് നിങ്ങളെയൊക്കെ പറഞ്ഞേക്കണ്ടേ? ഇത്രയും പറഞ്ഞ് ജീവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് രുദ്രന്റെ വയറിലേക്ക് കുത്തി. എന്താണ് ഏതാണ് തന്റെ മുന്നിൽ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ രുദ്രൻ പിടഞ്ഞു വീണപ്പോൾ ജീവൻ പറഞ്ഞു, ഇനി കഥകൾ പറയാൻ നേരമില്ല മോനെ. നിന്റെ അമ്മായിയും അമ്മാവനും താഴെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രുദ്രനെ ജീവൻ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് എടുത്തെറിഞ്ഞതും താഴത്തെ സോഫയുടെ മുകളിൽ വന്ന് വീണ്ടും കുതിച്ചുകൊണ്ട് രുദ്രൻ നിലത്തേക്ക് തെറിച്ചു വീണു. രുദ്രന്റെ കൈകാലുകൾ താഴെ വന്ന് ഇടിക്കുന്നത് കണ്ടു നിന്നതും ആ ശബ്ദം കേട്ടതും ഉർവശിയും കോണിപ്പടികൾ ഇറങ്ങി വന്ന പാഞ്ചാലിയും പറഞ്ഞു, ഓ, ഇവനും ഇങ്ങെത്തിയോ? അപ്പോ ഇനിയാണ് പ്രത ആ മഹാ സർപ്രൈസ്. മഹാശേഷ മത്സ്യകനികയ്ക്ക് വേണ്ടി ഇതാ ഒരു മഹാ സർപ്രൈസ്. കാണണ്ടേ നിനക്ക്? ഞെട്ടാൻ തയ്യാറായിക്കോ. അന്നേരം അവിടുത്തെ പടികൾ ചവിട്ടി ഇറങ്ങി ജീവൻ അങ്ങോട്ട് വന്നു. ജീവനെ കണ്ടതും നിലത്ത് വീണ് മരണശ്വാസത്തിൽ കിടക്കുന്ന പ്രതയും ഋഷിയും ഒരേ സമയം ഞെട്ടി. ഒരേ സ്വരത്തിൽ അവരിരുവരും വിക്കലോടെ പറഞ്ഞു, ജീവൻ, നിങ്ങൾക്കറിയാത്ത ഒരു ബന്ധം ഞാനും ഉർവശിയും ഈ പാഞ്ചാലിയും തമ്മിലുണ്ട്. ഇന്ന് സൂര്യൻ അസ്തമിക്കും മുൻപേ രഘുവും പ്രീതിയും രണ്ടായിരിക്കും. ഇത്രയും നമ്മളെ ചതിക്കുമായിരുന്നു അല്ലേ? കത്തിക്ക്
ഈ വീട് മുഴുവൻ. പ്രാർത്ഥനയ്ക്ക് കാര്യമായി മാനസിക നിലയിൽ പ്രശ്നമുണ്ടായി. ഇനി വിരലിലെണ്ണാൻ 10 ദിവസങ്ങൾ ബാക്കി. പ്രീതി, വാ എൻ്റെ കൂടെ. ഇനി നീ എന്റേതാ. രഘു സാറേ, നിങ്ങളുടെ ഭാര്യ പ്രീതി വിവാഹത്തിന് മുൻപേ പിഴച്ചു പോയവളാണ്.